ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മൾ സാധാരണയായിട്ടൊരു കണ്ണടയൊക്കെ വാങ്ങുമ്പോൾ കണ്ണടയുടെയൊക്കെ മുകളിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് മാർക്കിങ്സ് ഉണ്ട്. സോ സ്പെക്ടക്കിളൊക്കെ ഈ ഒരു ഫ്രെയിമൊക്കെ എടുത്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ഇതിൻ്റെ ടെമ്പിളിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ കുറച്ച് മാർക്കിങ്സ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾ റൈബാൻ്റെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒക്കെ ഫ്രെയിം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തുണ്ടാവും. അതുപോലെ നമ്മുടെ ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മാർക്കിങ്സ് ഉണ്ടാവും. അതിനൊക്കെ ഓരോരോ മീനിങ്സ് ഉണ്ട്. സോ നമ്മൾ ഫ്രെയിം വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ മുകളിലുള്ള കുറച്ച് മാർക്കിങ്സ് ഉണ്ട്. സോ ഇതിനെ പറ്റിയൊക്കെയുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിലാരിറ്റി വിത്ത് ഫ്രെയിം മെഷർമെൻറ്റ്സ് ആൻഡ് ഹൗ ദേ ആർ മാർക്ക്ഡ് ഈസ് എസെൻഷ്യൽ ടു പ്രോപ്പർ ഓർഡറിങ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് ക്ലാസ്സസ്. സോ നമ്മൾ ഡിസ്പെൻസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഫ്രെയിം മെഷർമെൻറ്റ്സ് ആയിട്ട് കുറച്ച് ഫെമിലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ കുറച്ച് ഫ്രെയിം മെഷർമെൻറ്റ്സും അതേപോലെ അത് എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു സ്പെക്ടക്കിളിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു മാർക്കിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കിങ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഹെൽമെറ്റൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് ISI മാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കാർ എടുത്ത് നമ്മളൊരു കാർ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു 5 സ്റ്റാർ കാണാൻ പറ്റും. സോ 5 സ്റ്റാറിൽ 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് അത് എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അതേപോലെ നമ്മുടെ കണ്ണടയുടെ മുകളിലുള്ള കുറച്ച് മെഷർമെൻറ്റ്സ് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രോപ്പർ ഓർഡറിങ്. നമുക്ക് പ്രോപ്പറായിട്ട് ഓർഡർ ചെയ്യാനും അതേപോലെ തന്നെ ഗ്ലാസ് പ്രിസ്ക്രൈബ് ചെയ്യാനും ഈ പറയുന്ന മെഷർമെൻറ്റ്സും മാർക്കിങ്സും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത പറയുന്നത് വെച്ചാൽ നോളജ് ഓഫ് മെഷർമെൻറ്റ് പ്രൊസീജിയേഴ്സ് അഷ്യൂർസ് ദ റെസിപ്റ്റ് ഓഫ് പ്രോപ്പർ സൈസ് വെൻ ഓർഡറിങ് എ റീപ്ലേസ്മെൻറ്റ് ഓഫ് എ ബ്രോക്കൺ പാർട്ട്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഓൾറെഡി ഒരു കണ്ണടയുണ്ട്, ഇതെൻ്റെ കണ്ണടയാണ്. അപ്പോൾ ഞാനിതൊരു കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിയ റൈബാൻ്റെ ഒരു ഫ്രെയിമും അതുപോലെ തന്നെ SLRൻ്റെ ഒരു ലെൻസുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ 2 ലെൻസിനും കൂടി ഒരു 1 ലക്ഷം രൂപയുടെ ഒരു ലെൻസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കണ്ണിൻ്റെ ലെൻസ് 50,000 രൂപയുടെയാണ്, അടുത്ത കണ്ണിൻ്റെ ലെൻസും ഒരു 50,000 രൂപയുടെ ലെൻസാണ്. പക്ഷേ ആക്സിഡൻ്റലി എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫ്രെയിം ഒന്ന് വീണിട്ട് എൻ്റെ റൈറ്റ് ഐയിലെ ചില്ല് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് ഈ റൈറ്റ് ഐയിൽ ചില്ല് മാത്രം മാറ്റണം, ഈ ഒരു പവർ മാത്രം മാറ്റണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പുതിയ ചില്ല് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർഡർ ചെയ്യുന്നത് ഒരു 50,000 രൂപയുടെ ലെൻസായിരിക്കും. സോ ആ ലെൻസ് ഞാൻ എൻ്റെ ഫ്രെയിമിന് കണക്കാക്കി കട്ട് ചെയ്ത് ഈ ഫ്രെയിമിൽ കണക്കാക്കി എടുക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒരു ഫ്രെയിം എനിക്ക് കറക്റ്റായിട്ട്, ഈ പറയുന്ന ഒരു ലെൻസ് എനിക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ആപ്റ്റ് ആവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൻ്റെ പ്രോസസ്സെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഒരു ലെൻസ് എസ്പെഷ്യലി റീപ്ലേസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 സിസ്റ്റം ഉണ്ട്. നമ്മൾ ഈ ഒരു ലെൻസിൻ്റെ ഫ്രെയിമിൻ്റെ ഒക്കെ മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ട് അതിൽ ആദ്യം പറയുന്ന സിസ്റ്റമാണ് ഡാറ്റം സിസ്റ്റം. സോ ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കും ഡാറ്റം സിസ്റ്റവും ബോക്സിംഗ് സിസ്റ്റവും. ആദ്യം പറയുന്ന സിസ്റ്റം ഡാറ്റം സിസ്റ്റമാണ്. അത് പ്രീവിയസ്ലി യൂസ്ഡ് ഡാറ്റം സിസ്റ്റം, അതായത് ആദ്യ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന, പ്രീവിയസ്ലി യൂസ്ഡ് എന്നാണ് പറയുന്നത്, മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡാറ്റം സിസ്റ്റം for measuring lenses was established as a system of reference points for frames and lenses so that the placement of the lens optical centers and bifocal segment heights would be consistent. So ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന, അതായത് ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ബോക്സിംഗ് സിസ്റ്റമാണ്. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ മെഷറിങ് ലെൻസസ്. നമ്മൾ ലെൻസസുകളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സിസ്റ്റമായിരുന്നു. ഇതിൽ നമ്മൾ മെയിനായിട്ടും സിസ്റ്റം ഓഫ് റെഫറൻസ് പോയിൻറ്റ്സ് ആണ്. കുറച്ച് റെഫറൻസ് പോയിൻറ്റ്സുകൾ വെച്ചിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ലെൻസിൽ നിന്ന് മെഷർ ചെയ്തെടുക്കുന്നു. ഫോർ ഫ്രെയിംസ് ആൻഡ് ലെൻസസ്, നമ്മുടെ കണ്ണടയ്ക്കും അതേപോലെ തന്നെ ലെൻസസിനും വേണ്ട കുറച്ച് റെഫറൻസ് പോയിൻറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. സോ ദ പ്ലേസ്മെൻറ്റ് ഓഫ് ദി ലെൻസസ്, അപ്പോൾ ഇങ്ങനെയുള്ളൊരു മെഷറിങ് അല്ലെങ്കിൽ റെഫറൻസ് പോയിൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ റെഫറൻസ് പോയിന്റ് അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് നമ്മുടെ ലെൻസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റേഴ്സൊക്കെ ആയിട്ട് അലൈൻ ചെയ്ത് ബൈഫോക്കൽ സെഗ്മെൻറ്റിൻ്റെ ഹൈറ്റൊക്കെ അലൈൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഫ്രെയിം, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സെൻറ്റർ കണ്ടുപിടിച്ച്, എൻ്റെ ലെൻസിനൊരു സെൻറ്റർ ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ കണ്ണിനകത്തും എന്തുണ്ട്, ലെൻസ് ഉണ്ട്, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു കോർണിയുണ്ട്. സോ ഇത് രണ്ടും ഒപ്റ്റിക്കലി എന്താ പറയുക, ഇത് രണ്ടും ലെൻസ് തന്നെ ആയതുകൊണ്ട് ഇതും രണ്ടും ബൈഫോക്കൽ ലെൻസാണ്, രണ്ടും കോൺവെക്സ് ലെൻസാണ്. സോ ഇതിനും എന്തുണ്ടാവും, ഒരു സെൻറ്റേഴ്സ് ഉണ്ടാവും. സോ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വെക്കുന്ന ഒരു ലെൻസും എൻ്റെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസുകളുടെ ജോമെട്രിക്കൽ സെൻറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, കോയിൻസൈഡ് ചെയ്യണം. സോ കോയിൻസൈഡ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം, ഇറ്റ് വിൽ ഇൻഡ്യൂസ് ദ പ്രിസമാറ്റിക് എഫക്റ്റ്. സോ അതുകൊണ്ട് എൻ്റെ കുറച്ച് റെഫറൻസ് പോയിൻറ്റുകൾ വെച്ചിട്ട്, ഇപ്പോൾ ഒരു ഡാറ്റം സിസ്റ്റം വെച്ച് ഞാൻ എൻ്റെ ലെൻസിൻ്റെ മുകളിൽ കുറച്ച് റെഫറൻസ് പോയിൻറ്റുകളൊക്കെ വെക്കുന്നു. സോ അത് വെച്ചിട്ട് ഈ പറയുന്ന എൻ്റെ കണ്ണിൻ്റെ ഒപ്റ്റിക്സുമായിട്ട് എനിക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, കോയിൻസൈഡ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കാര്യമാണ് ഈ ഫസ്റ്റത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തേൽ വിത്ത് ദ ലെൻസ് പ്ലേസ്ഡ് ആസ് ഇറ്റ് ഷുഡ് സിറ്റ് ഇൻ ദി ഫ്രെയിം. സോ നമ്മളൊരു ലെൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത്
അത് എന്ത് ചെയ്യണം? ഷുഡ് സിറ്റ് ഇൻ ദി ഫ്രെയിം. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വട്ടത്തിൽ കിട്ടുന്ന ഒരു ലെൻസ് ബ്ലാങ്കിൽ നിന്ന് നമ്മുടെ കണ്ണടയുടെ ലെൻസ് പോലെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ലെൻസ് കറക്റ്റായിട്ട് നമ്മുടെ ഫ്രെയിമിനുള്ളിൽ ഫിറ്റ് ആവണം. സോ ഹൊറിസോണ്ടൽ ലൈൻസ് വെയർ ഡ്രോൺ അറ്റ് ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് എഡ്ജസ് ഓഫ് ദി ലെൻസ്. സോ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലാങ്ക് എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ കണ്ണടയുടെ മുകളിലുള്ള ഡമ്മി ലെൻസ് എടുത്തിട്ട് നമ്മൾ ഈ ബ്ലാങ്കിൻ്റെ മുകളിൽ വെച്ചിട്ട് എൻ്റെ ഒരു ലെൻസ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു. സോ ഇതെൻ്റെ ഒരു സൈഡിലെ ലെൻസാണെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെയുള്ളൊരു കണ്ണടയാണെന്ന് വിചാരിക്കുക. സോ എൻ്റെ 2 ലെൻസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതാണ് എൻ്റെ ഒരു സൈഡിലെ ലെൻസ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും, വെയർ ഡ്രോൺ അറ്റ് ദി ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് എഡ്ജസ് ഓഫ് ദി ലെൻസ്. ഹയസ്റ്റ് എഡ്ജും ലോവസ്റ്റ് എഡ്ജും കൂട്ടിമുട്ടുന്ന രീതിയിൽ, ഇതാണ് എൻ്റെ ഹയസ്റ്റ് എഡ്ജ്, ഇതാണ് എൻ്റെ ലോവസ്റ്റ് എഡ്ജ്. സോ ഈ 2 എഡ്ജിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം എന്ത് വരയ്ക്കും? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. അപ്പോൾ മാറിപ്പോകുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ലൈൻ നമ്മുടെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെയാണ് അല്ലേ. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ലെൻസിൻ്റെ ഹയസ്റ്റ് പീക്കും ലോവസ്റ്റ് പീക്കും തമ്മിലാണ് ഹൊറിസോണ്ടൽ ലൈൻ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി എ ലൈൻ ഡ്രോൺ ഹാഫ് വേ ബിറ്റ്വീൻ ദി ഹൊറിസോണ്ടൽ ലൈൻസ്. ഇതിൻ്റെ പകുതിക്ക് നമ്മളൊരു പകുതി കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പാരലായിട്ട് ടു ദം വാസ് നോൺ ആസ് ദി ഡാറ്റം ലൈൻ. ഇതിന് പാരലായിട്ട് നമ്മളൊരു സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഈ ലൈനിന് കുറുകെ നമ്മളൊരു ക്രോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇങ്ങനെ ഒരു ലൈനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ പേരാണ് ഡാറ്റം ലൈൻ എന്ന് പറയുന്നത്. സോ ഈ ലൈനിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എൻ്റെ ലെൻസിൻ്റെ ഡാറ്റം ലൈൻ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് വെച്ചാൽ ദ വിഡ്ത്ത് ഓഫ് ദി ലെൻസിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ വീതി along this line was called datum length or eye size. സോ എൻ്റെ കണ്ണടയുടെ ഡാറ്റം ലെങ്ത് ഓർ ഐ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെങ്ത്താണ്. ഈ ഒരു ലെങ്ത്തിനെയാണ് എൻ്റെ ഐ സൈസ് അല്ലെങ്കിൽ എൻ്റെ ഡാറ്റം ലെങ്ത് എന്ന് പറയുന്നത്. സോ വിഡ്ത്ത് ഓഫ് ദി ലെൻസ്, നമ്മുടെ ലെൻസിൻ്റെ വിഡ്ത്ത് എലോങ് ദിസ് ലൈൻ, നമ്മുടെ ലെൻസിൻ്റെ വീതിയും ഈ ഒരു എലോങ് ദിസ് ലൈനോട് കൂടി ചേർന്ന ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് എൻ്റെ ഡാറ്റം ലെങ്ത്ത് അല്ലെങ്കിൽ എൻ്റെ ഐ സൈസ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ the point along the datum line halfway between the edges of the lens, it is the datum center. സോ ഞാൻ പറഞ്ഞു, നമ്മൾ ഹയസ്റ്റ് പീക്കും ലോവസ്റ്റും തമ്മിൽ കൂട്ടിമുട്ടിച്ച് ഒരു ലൈൻ വരച്ചു. അതിന് നമ്മൾ എന്ത് ചെയ്തു? അതിന് നമ്മൾ പകുതിക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്ത് വരച്ചു? ഒരു ഡാറ്റം ലൈൻ പ്ലോട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്മുടെ ഡാറ്റം ലൈനിൻ്റെയും അതല്ല ഇതിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന ഹാഫ് വേ ബിറ്റ്വീൻ ദി എഡ്ജസ്, 2 എഡ്ജസും തമ്മിലുള്ള ഈ ഹയസ്റ്റ് എഡ്ജും ലോവസ്റ്റ് എഡ്ജും തമ്മിലുള്ള ആ ഒരു ഹാഫ് വേൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു പോയിന്റിനെയാണ് എൻ്റെ ഡാറ്റം സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് എൻ്റെ ഡാറ്റം സെൻറ്റർ എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ ഡാറ്റം സെൻറ്റർ. സോ ദ ഡെപ്ത് ഓഫ് ദി ലെൻസ്, അപ്പോൾ ആദ്യം പറഞ്ഞ ഡെപ്ത് ഓഫ് ദി ലെൻസ് മെഷേർഡ് ആസ് ദ വെർട്ടിക്കൽ ഡെപ്ത് ത്രൂ ദി ഡാറ്റം സെൻറ്റർ. അപ്പോൾ എൻ്റെ ലെൻസിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ വിഡ്ത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഡ്ത്ത് എങ്ങനെയാണ് വരുന്നത്? വിഡ്ത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എൻ്റെ വിഡ്ത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മെഷേർഡ് ആസ് എ വെർട്ടിക്കൽ ഡെപ്ത് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. വെർട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡെപ്ത് തന്നെയാണ് ഇവിടെ വെർട്ടിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ വെർട്ടിക്കൽ തന്നെയാണ് കേട്ടോ. സോ ഈ ഒരു വെർട്ടിക്കൽ ഡെപ്ത് ത്രൂ ദി ഡാറ്റം സെൻറ്റർ, എൻ്റെ ഡാറ്റം സെൻറ്ററിനുള്ളിലൂടെ ഞാൻ എൻ്റെ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആ ഡെപ്തിനെ പറയുന്ന പേരാണ് മിഡ് ഡാറ്റം ഡെപ്ത് എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ മിഡ് ഡാറ്റം ഡെപ്ത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടലി വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെ ഡാറ്റം ലൈൻ എന്ന് പറയും. ഇനി നമ്മളതിനെ വെർട്ടിക്കലി മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഡെപ്ത് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിഡ് ഡാറ്റം ഡെപ്ത്. ഇനി അതിൻ്റെ ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഈ പറയുന്ന ഡാറ്റം ലെങ്ത്ത് അല്ലെങ്കിൽ ഒരു ഐ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ സിസ്റ്റമായിട്ടുള്ള ഡാറ്റം സിസ്റ്റത്തിലാന്ന് പറയുന്ന കാര്യങ്ങൾ. ഇനി ബോക്സിംഗ് സിസ്റ്റത്തിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി റെഫറൻസ് പോയിന്റുകൾ ആവശ്യമായിട്ടുണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ആകെ 2 കാര്യങ്ങളെ കിട്ടുന്നുള്ളൂ. അതായത് ഒരു ലെൻസ് വരച്ച് കഴിഞ്ഞാൽ ആകെ നമുക്കൊരു ഡാറ്റം സെൻറ്ററും അതേപോലെ തന്നെ നമുക്ക് ഒരു 2 ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. 2 ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരെണ്ണം ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും മുകളിലേക്കുള്ളതും രണ്ടാമത്തത് ഈ സെൻറ്ററിൽ നിന്നും താഴേക്കുള്ളതും. ഓക്കെ, so the boxing system improved on the foundation provided by the datum system. ഡാറ്റം സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഫൗണ്ടേഷനിൽ നിന്നും ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ബോക്സിംഗ് സിസ്റ്റം വരുന്നത്. ഓക്കെ, അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റം സിസ്റ്റം തന്നെയാണ്. അതിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിച്ച് പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു, അതിന് ബോക്സിംഗ് സിസ്റ്റം എന്ന് പേരിട്ടു. സോ ദ ഡാറ്റം സിസ്റ്റം യൂസ്ഡ് 2 ഹൊറിസോണ്ടൽ ലൈൻസ്
വൺ എഗെയിൻസ്റ്റ് ദ ടോപ്പ് ആൻഡ് ദ അതർ എഗെയിൻസ്റ്റ് ദ ബോട്ടം. സോ മുന്നേ പറഞ്ഞ ഡാറ്റം സിസ്റ്റത്തിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു തന്നെ 2 ലൈൻസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. ഒന്ന് സെൻറ്ററിൽ നിന്ന് മുകളിലേക്കും അതേപോലെ തന്നെ ഒന്ന് സെൻറ്ററിൽ നിന്ന് താഴേക്കും. അങ്ങനെ 2 ലൈൻസ് വെച്ചിട്ടായിരുന്നു ഡാറ്റം സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ബോക്സിംഗ് സിസ്റ്റത്തിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ദ ബോക്സിംഗ് സിസ്റ്റം കെപ്റ്റ് ദീസ് 2 ഹൊറിസോണ്ടൽ ലൈൻസ് ആൻഡ് ആഡഡ് 2 വെർട്ടിക്കൽ ലൈൻസ്. സോ ഇവിടെ നമുക്ക് ഓൾറെഡി ഡാറ്റം സിസ്റ്റത്തിനകത്തുള്ള 2 ഹൊറിസോണ്ടൽ ലൈൻസ് അവിടെ തന്നെ വെച്ചുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ എന്ത് ചെയ്ത് കൊടുത്തു, 2 വെർട്ടിക്കൽ ലൈനുകളെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതെന്തായി, ബോക്സിംഗ് സിസ്റ്റമായി. ആൻഡ് ആഡ് 2 വെർട്ടിക്കൽ ലൈൻസ്, 2 വെർട്ടിക്കൽ ലൈൻസിന് അതിൻ്റെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തു. 2 വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് ഒരെണ്ണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കും സെൻറ്ററിൽ നിന്ന് ഒരെണ്ണം നമ്മുടെ റൈറ്റ് സൈഡിലേക്കും. സോ ദീസ് വെർട്ടിക്കൽ ലൈൻസ് ആർ പ്ലേസ്ഡ് എഗെയിൻസ്റ്റ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എഡ്ജസ് ഓഫ് ദി ലെൻസ്. സോ റൈറ്റ് എഡ്ജും എൻ്റെ കണ്ണടയുടെ ലെഫ്റ്റ് എഡ്ജും കൂടി കൂട്ടി ഞാനൊരു എൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചപ്പോൾ അതെന്തായി, എൻ്റെ വെർട്ടിക്കൽ ലൈനായി, എൻ്റെ ബോക്സിംഗ് സിസ്റ്റത്തിനകത്തുള്ള വെർട്ടിക്കൽ ലൈൻസായി. സോ ഓൾ 4 ലൈൻസ് ഫോം എ ബോക്സ് അറൗണ്ട് ദി ലെൻസ്. സോ ഇതിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ലൈനുകളും കൂടി ചേർന്നപ്പോൾ ഇതൊരു ബോക്സ് പോലെയായി. ബോക്സ് പോലെയായി എന്ന് ഉദ്ദേശിക്കുന്നപ്പോൾ 4 സെക്ഷൻസ് ആയിരുന്നു, 4 കള്ളികൾ പോലെയായി. അപ്പോൾ അങ്ങനെ 4 ബോക്സ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു സിസ്റ്റത്തിന് ഒരു ബോക്സ് പോലെയുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു ഫ്രെയിമാണ് നോക്കുക. എൻ്റെ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈന് വരുമ്പോഴത്തേക്ക് എന്തായി, ഒരു 4 ബോക്സ് പോലെയായി. സോ അങ്ങനെ എൻ്റെ സിസ്റ്റത്തിന് ബോക്സിംഗ് സിസ്റ്റം എന്ന് പേര് വന്നു. ഇനി ബോക്സിംഗ് സിസ്റ്റത്തിൻ്റെ കുറച്ച് മെഷർമെൻ്റ് ആണ് പറയുന്നത്. ആദ്യത്തെ ഡയമെൻഷൻ പറയുന്നത് എ ആണ്. എ എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ നോക്കി കാണാം, ഇതാണ് എൻ്റെ എ. ഓക്കെ, സോ ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൊറിസോണ്ടൽ ബോക്സിംഗ് വിഡ്ത്താണ്. ഇതിനെയാണ് എൻ്റെ ഹൊറിസോണ്ടൽ ബോക്സിംഗ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു വിഡ്ത്തിനെ ബോക്സിംഗ് സിസ്റ്റത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിംഗ് വിഡ്ത്ത് എന്ന് പറയും. മറ്റേതിനകത്ത് എന്തായിരുന്നു, മറ്റേതിനകത്ത് പറയുന്നതായിരുന്നു ഐ സൈസ് അല്ലെങ്കിൽ എൻ്റെ ഡാറ്റം ലെങ്ത് എന്ന് പറയുന്നു. ഓക്കെ, സോ ഇഫ് ദ ഫ്രെയിം ഈസ് പ്രോപ്പർലി മാർക്ക്ഡ് ദ ഐ സൈസ് വിൽ ബി ഈക്വൽ ടു ദി ഡയമെൻഷൻ ഓഫ് ദി ഫ്രെയിം. സോ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റം സിസ്റ്റത്തിനകത്ത് ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഐ സൈസ് ആയിരുന്നു. അതേ സെയിം മീനിങ് തന്നെയാണ് ഇവിടെ വരുന്നത്, പക്ഷേ പേരിന് ചെറിയൊരു മാറ്റമുണ്ട്. ഹൊറിസോണ്ടൽ ബോക്സിംഗ് വിഡ്ത്ത് എന്നാണ് ബോക്സിംഗ് സിസ്റ്റത്തിൽ പറയുന്നതെന്ന് മാത്രം. അടുത്ത പറയുന്നത് എൻ്റെ ബി ആണ്. ബി എന്ന് പറയുന്ന പോയിൻ്റാണ്. ബി ഡയമെൻഷൻ ഇസ് ദ വെർട്ടിക്കൽ ബോക്സിംഗ് ലെങ്ത്. എൻ്റെ വെർട്ടിക്കലി ഉള്ള ബോക്സിംഗ് ലെങ്ത്. സോ ഇവിടെ കാണാം വെർട്ടിക്കലി ഉള്ള ഒരു ബോക്സിംഗ് ലെങ്ത്. ഇത് മറ്റേ ബോക്സിംഗ് സിസ്റ്റത്തിലായിരുന്നെങ്കിൽ ഡാറ്റം സിസ്റ്റത്തിനകത്ത് നമ്മൾ വിളിച്ചിരുന്ന പേരാണ് മിഡ് ഡാറ്റം ഡെപ്ത് എന്ന് പറഞ്ഞത്. മിഡ് ഡാറ്റം ഡെപ്ത് എന്ന് പറയുന്നത് നേരത്തെ ഫിഗറിലുണ്ടായിരുന്നു. സോ അതേ മെഷർമെൻറ്റ് തന്നെ ഇതിനകത്ത് ബോക്സിങ്ങിനകത്തേക്ക് വരുമ്പോൾ ഈ ഒരു ലെങ്ത്തിനെ നമ്മൾ വെർട്ടിക്കലായിട്ടുള്ള ബോക്സിംഗ് ലെങ്ത് എന്ന് പറയും. അടുത്ത പറയുന്നത് സി ആണ്. സി ഡയമെൻഷൻ ഇസ് ദ വിഡ്ത്ത് ഓഫ് ദി ലെൻസ് എലോങ് ദി ഹൊറിസോണ്ടൽ മിഡ് ലൈൻ. സോ സി എന്ന് പറയുന്നൊരു മെഷർമെൻ്റ് ആണ് നമ്മളിവിടെ ലെൻസിൻ്റെ വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് എൻ്റെ സി ആണ് എൻ്റെ വെർട്ടിക്കൽ, അതായത് വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് വിഡ്ത്ത് ഓഫ് ദി ലെൻസ് എലോങ് ദി ഹൊറിസോണ്ടൽ മിഡ് ലൈൻ. ഹൊറിസോണ്ടൽ മിഡ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മിഡ് ലൈൻ തന്നെയാണ്, പകുതിക്ക് വെച്ചിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. മിഡ് ലൈനിൽ എലോങ് ചെയ്ത് അതിൻ്റെ കൂടത്തിൽ തന്നെ വരുന്ന ഈ ഒരു ഡെപ്തിനെ, ഈ ഒരു ലെങ്ത്തിനെയാണ് എൻ്റെ ഈ ഒരു ലെങ്ത്തിനെയാണ് എൻ്റെ എന്ത് പറയുന്നത്, സി അല്ലെങ്കിൽ എൻ്റെ ഹൊറിസോണ്ടൽ മിഡ് ലൈൻ അല്ലെങ്കിൽ എൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ദ സി ഡയമെൻഷൻ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ദ സി സൈസ് ഓഫ് എ ലെൻസ്. ദ സി സൈസ് ഓഫ് എ ലെൻസ് ഇസ് ദ ഡിസ്റ്റൻസ് അറൗണ്ട് ദി ലെൻസ്, അതായത് സർക്കംസ്റ്റൻസസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിംഗ് സിസ്റ്റം വരുന്ന സമയത്ത് ഈ സി ഡയമെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സി സൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സി സൈസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് അറൗണ്ട് ദി ലെൻസ് ആണ്. അതായത് നമ്മുടെ ലെൻസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ആ ഇതൊരു ഓവൽ ഷേപ്പ് ഉള്ളതോ അല്ലെങ്കിൽ സർക്കംസ്റ്റൻസ് എന്നുള്ളൊരു മീനിങ്, അതായത് എത്രത്തോളം ആ ലെൻസ് സർക്കംസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സർക്കംസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ ചുറ്റളവ് എന്നൊക്കെ മലയാളത്തിൽ പറയും. സോ ആ ഒരു മീനിങ്ങിലാണ് സി സൈസ് എന്ന് പറയുന്ന ഒരു ടൈം വരുന്നത്. പക്ഷേ ഈ സി ഡയമെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു ഡയമെൻഷൻ എന്തല്ല, നമ്മുടെ സർക്കംഫറൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡാറ്റം ഇപ്പോൾ ആ ഒരു സെൻറ്ററിൽ നിന്നൊക്കെ പോകുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ലെങ്ത് ആണ് സി എന്ന് പറഞ്ഞൊരു ടൈം ഉദ്ദേശിക്കുന്നത്. സി സൈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെൻസിൻ്റെ ടോട്ടലി ഉള്ള ഈ ഒരു സർക്കംഫറൻസ് ആണ് സി സൈസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് വെച്ചാൽ ദ ഡിസ്പെൻസർ യൂസസ് ദ സി സൈസ് ടു എൻഷുർ ദാറ്റ് ദ ലെൻസ് ഓർഡേഡ് ബൈ ഇറ്റ് സെൽഫ് വിൽ ബി എക്സാക്ട്ലി സൈസ് ഫോർ ദാറ്റ് ഫ്രെയിം. അപ്പോൾ ഈ ഒരു സി സൈസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ വലിയ ഫ്രെയിമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഇപ്പോഴത്തെ ഫിലിം ആക്ടേഴ്സൊക്കെ വെക്കുന്ന വലിയ കണ്ണിനേക്കാളും വലുപ്പമുള്ള വലിയ ഫ്രെയിംസൊക്കെ വെക്കുന്നുണ്ടാവും.
അപ്പോൾ സാധാരണയുള്ളൊരു ഫ്രെയിമിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ലെൻസ് ബ്ലാങ്ക് എന്നൊക്കെ പറഞ്ഞൊരു സാധനത്തിൽ നിന്നാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അറിയാമെന്ന് വിചാരിക്കുന്നത്, ഒരു വട്ടത്തിലുള്ളൊരു ലെൻസ് ബ്ലാങ്കിൽ നിന്നാണ് ഏത് ഷേപ്പിലാണോ നമുക്ക് ലെൻസ് വേണ്ടത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെൻസിൻ്റെ ഒരു സർക്കംഫറൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വേണ്ട ബ്ലാങ്ക് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണയുള്ള ഒരു ലെൻസിൻ്റെ ബ്ലാങ്കിൻ്റെ സൈസിനേക്കാളും വലിയൊരു ഫ്രെയിമാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ഫ്രെയിമാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്ത് ചെയ്യില്ല, നമ്മുടെ ബ്ലാങ്ക് ചെറുതും നമ്മുടെ ഇതിനും പുറത്തുള്ള ലെൻസ് വലുതുമായി പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബ്ലാങ്കിൽ നിന്ന് ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, സി സൈസ് മെഷർ ചെയ്യുന്നത്. സോ ലെൻസ് ഓർഡേർഡ് ബൈ ഇറ്റ് സെൽഫ് വിൽ ബി എക്സാക്ട്ലി സൈസ്ഡ് ഫോർ ദാറ്റ് ഫ്രെയിം. അപ്പോൾ അതെന്തായിരിക്കണം, നമുക്ക് നമ്മുടെ സൈസിന് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഫ്രെയിം സൈസിന് കറക്റ്റ് ആയിരിക്കണം. ഇനി ഇതല്ല, വിത്തൗട്ട് ദി ഫ്രെയിം, നമ്മുടെ കയ്യിൽ നമ്മുടെ ഫ്രെയിം ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലെൻസിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രെയിമിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഫ്രെയിം ഇല്ല, പക്ഷേ നമുക്ക് ഫ്രെയിമിൻ്റെ കുറച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ അറിയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെൻസിൻ്റെ സർക്കംഫറൻസ് നമുക്ക് മെഷർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഫ്രെയിമിൻ്റെ സർക്കംഫറൻസ് നമ്മൾ ഏകദേശം അറിഞ്ഞിട്ട് അത് കണക്കാക്കി നമുക്കൊരു ബ്ലാങ്ക് ഓർഡർ ചെയ്യാൻ പറ്റും. സോ അതാണ് അടുത്ത ഇതിൽ പറയുന്നത്. ഇനി അടുത്ത പറയുന്നതാണ് ഹൊറിസോണ്ടൽ മിഡ് ലൈൻ. ഹൊറിസോണ്ടൽ മിഡ് ലൈൻ ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹൊറിസോണ്ടൽ മിഡ് ലൈൻ. ഓക്കെ, ഇതെൻ്റെ ഹൊറിസോണ്ടൽ മിഡ് ലൈൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ദെയർ ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ ഹാഫ് വേ ബിറ്റ്വീൻ ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദി ലെൻസ്. നമ്മൾ നേരത്തെ ബോക്സിംഗ് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ, ഡാറ്റം സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ, ഇതെൻ്റെ സെൻറ്ററിൽ നിന്നും 2 ലൈനുകളാണ് പറയുന്നത്. ലൈൻ ഹാഫ് വേ ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം. സോ ഇതെൻ്റെ ടോപ്പിലേക്കുള്ള പകുതി, ഇതെൻ്റെ ബോട്ടത്തിലേക്കുള്ള പകുതി ഓഫ് ദി ലെൻസ്. ഇൻ ഡാറ്റം സിസ്റ്റം ദിസ് വാസ് കോൾഡ് ദ ഡാറ്റം ലൈൻ. സോ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഡാറ്റം സിസ്റ്റം പറഞ്ഞ സമയത്ത് ഇങ്ങനെയും ഒരു ലൈൻ വരുന്നുണ്ടായിരുന്നു. സോ എൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ എൻ്റെ 2 ലൈൻ വരച്ചു. ആ 2 ലൈനിൽ ഞാനൊരു ഡാറ്റം സെൻറ്റർ ഇട്ടു. ഇനി ഈ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന എൻ്റെ ഈ ഒരു ലൈനിനെ ഞാൻ വിളിച്ചിരുന്ന പേര് ഡാറ്റം ലൈൻ എന്നായിരുന്നു. ബട്ട് ഇൻ ദി ബോക്സിംഗ് സിസ്റ്റത്തിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ദിസ് ലൈൻ ഈസ് മോർ കോമൺലി റെഫേർഡ് ആസ് ദ ഹൊറിസോണ്ടൽ മിഡ് ലൈൻ. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡാറ്റം ലൈനിനെ ബോക്സിംഗ് സിസ്റ്റത്തിനകത്ത് വിളിക്കുന്ന പേര് ഹൊറിസോണ്ടൽ മിഡ് ലൈൻ എന്നാണ്. ഓക്കെ, ഡാറ്റം ലൈൻ എന്നല്ല, ഹൊറിസോണ്ടൽ മിഡ് ലൈൻ എന്നാണ് ഇതിൽ വിളിക്കുന്നത്. ഓർ ദ 180 ഡിഗ്രി ലൈൻ, 180 ഡിഗ്രിയിലേക്ക് നമ്മളെ ക്രോസ് ചെയ്യുന്നത്. സോ ഇതെൻ്റെ 180 ഡിഗ്രി, ഇതെൻ്റെ 90 ഡിഗ്രി. സോ എൻ്റെ 180 ഡിഗ്രിയിൽ ക്രോസ് ചെയ്യുന്ന ഈ ഒരു ലൈനിനെ ഞാൻ നേരത്തെ ഡാറ്റം സിസ്റ്റത്തിനകത്ത് ഡാറ്റം ലൈൻ എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ, ബോക്സിംഗ് സിസ്റ്റത്തിനകത്ത് ഞാൻ ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ മിഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പറയുന്നതാണ് ജോമെട്രിക്കൽ സെൻറ്റർ. ദ സെൻറ്റർ ഓഫ് ദി ലെൻസ് ഈസ് ദ പോയിന്റ് ഓൺ ദി ഹൊറിസോണ്ടൽ മിഡ് ലൈൻ ഹാഫ് വേ ബിറ്റ്വീൻ ദ 2 ലെൻസ് ബോർഡറിങ് ദ വെർട്ടിക്കൽ ലൈൻസ്. സോ ജോമെട്രിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയായിരിക്കും ലെൻസിൻ്റെ സെൻറ്റർ, അല്ലേ? ലെൻസിന് ഇപ്പോൾ ഒരു സെൻറ്റർ ഉണ്ടാവും, ജോമെട്രിക്കൽ സെൻറ്റർ. സോ ദ സെൻറ്റർ ഓഫ് ദി ലെൻസ് ഈസ് ദ പോയിന്റ് ഓൺ ദി ഹൊറിസോണ്ടൽ മിഡ് ലൈൻ. ഹൊറിസോണ്ടൽ മിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ ലൈനും ഹാഫ് വേ ബിറ്റ്വീൻ ദ 2 ലെൻസ് ബോർഡറിങ് വെർട്ടിക്കൽ ലൈൻസ്, എൻ്റെ വെർട്ടിക്കൽ ലൈൻസിൻ്റെയും ഇടയിൽ വരുന്ന ഈ ഒരു സെൻറ്ററിനെയാണ് എൻ്റെ ജോമെട്രിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒപ്റ്റോമെട്രിക്സിൻ്റെ പ്രാക്ടിക്കലിനൊക്കെ വരച്ചിട്ടുണ്ടാവും. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ജോമെട്രിക്കൽ സെൻറ്റർ മാർക്കിങ് 90 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലൂടെ ഒരു ലൈൻ വരച്ചിട്ട് അത് കൂടിച്ചേരുന്ന ഭാഗമാണ് എന്ത്? എൻ്റെ ജോമെട്രിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ദ ജോമെട്രിക്കൽ സെൻറ്റർ ഓർ ബോക്സിംഗ് സെൻറ്റർ ഓഫ് ദി എഡ്ജഡ് ലെൻസ്. സോ ഈ ഒരു സെൻറ്ററിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ജോമെട്രിക്കൽ സെൻറ്റർ. പക്ഷേ ഡാറ്റത്തിനകത്ത് എന്തായിരുന്നു? ഇതായിരുന്നു എൻ്റെ ഡാറ്റം സെൻറ്റർ. ഓക്കെ, പക്ഷേ ബോക്സിംഗിനകത്ത് വരുമ്പോഴത്തേക്കും എന്തായി? ഇതെൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററായി. അതാണ് ജോമെട്രിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. അടുത്ത പറയുന്നതാണ് സൈസ്. ഇത് കുറച്ച് ഒന്ന് നോക്കി ഈ ഒരു ഫിഗറും കൂടി വെച്ചിട്ട് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഫ്രെയിമിൻ്റെ കുറച്ച് സൈസുകൾ പറയണം. സൈസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കൺസെപ്റ്റ്, ദ സൈസ് ഓഫ് ദി ലെൻസ് ഈസ് ദ ലെങ്ത് ആൻഡ് ഡെപ്ത് ഓഫ് ദി ബോക്സ് കണ്ടെയ്നിങ് ദ ലെൻസ്. അപ്പോൾ ആദ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്നെൻ്റെ ലെങ്ത്തും ഒന്നെൻ്റെ ഡെപ്തും. നേരത്തെ ബോക്സിംഗ് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഡാറ്റം സിസ്റ്റം പറഞ്ഞായിരുന്നു എന്താണ് ലെങ്ത്ത്, എന്താണ് ഡെപ്ത്. സോ ഒന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒന്നെൻ്റെ ലെങ്ത്ത്, ഒന്നെൻ്റെ ഡെപ്ത്. ഇതിന് രണ്ടിനെയും കൂടി സം ചെയ്ത്, ഇപ്പോൾ ഇതെൻ്റെ 2, ഇപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ 4 ആണെന്നുണ്ടെങ്കിൽ 2 + 4 6 എന്ന് പറയുന്നതാണ് എൻ്റെ സൈസ് എന്ന് പറയുന്നത്. സോ ദ ഹൊറിസോണ്ടൽ ലെങ്ത് ഈസ് നൗ കോമൺലി റെഫേർഡ് ആസ് ദി ഐ സൈസ്
when referring to the frame and the lens size when referring to the lenses. So horizontal ഉള്ള ലെങ്ത് ഈസ് നൗ കോമൺലി റെഫേർഡ് ടു as ഐ സൈസ്. സോ ഐ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടലി ഉള്ളൊരു ലെങ്ത് ആണ്. ദേ ഇവിടെ കാണിച്ചിട്ടുണ്ട്, എ എന്ന് പറഞ്ഞൊരു ഇമേജിൽ കാണിച്ചിട്ടുണ്ട്, എ എന്ന് പറഞ്ഞ ഡെപ്ത്. ഇതാണ് എൻ്റെ ഐ സൈസ് അല്ലെങ്കിൽ എൻ്റെ ലെൻസ് സൈസ് എന്ന് പറയുന്നത്. സോ നൗ കോമൺലി റെഫേർഡ് ടു as ഐ സൈസ് വെൻ റെഫറിങ് ടു ദി ഫ്രെയിം ആൻഡ് ദ ലെൻസ് സൈസ് വെൻ റെഫറിങ് ടു ദി ലെൻസ്. സോ എൻ്റെ ഫ്രെയിമിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കണ്ണടേൻ്റെ ഈ ഒരു ലെങ്ത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണടയുടെ ലെങ്ത്തിന് ഞാൻ ഐ സൈസ് എന്ന് പറയും. അതേ സമയത്ത് ഞാൻ എൻ്റെ ലെൻസ് വെച്ച് പറയുമ്പോൾ ഈ ഒരു ലെങ്ത്തിന് ഞാൻ എൻ്റെ ലെൻസിൻ്റെ സൈസ് എന്നും പറയും. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണട വെച്ചിട്ടാണ് ഈ ഒരു ലെങ്ത്ത് പറയുന്നതെന്നുണ്ടെങ്കിൽ ഫ്രെയിം വെച്ചിട്ട് പറയുമ്പോൾ ഈ ഒരു ലെങ്ത്തിനെ ഞാൻ ഐ സൈസ് എന്ന് പറയും, എൻ്റെ ഫ്രെയിമിൻ്റെ ഐ സൈസ് എന്ന് പറയും. ഇനി അതേസമയം ഞാനൊരു ലെൻസ് എടുത്തിട്ട് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത്തിന് ഞാൻ എൻ്റെ ലെൻസിൻ്റെ സൈസ് എന്ന് പറയും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എ. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് എ എന്ന് പറയുന്ന ഒരു ലെൻസ് കാണിച്ചിട്ടുണ്ട്, എ ഇതാണ് ഉദ്ദേശിക്കുന്നത്. സോ ബോത്ത് ആർ മെഷേർഡ് ഇൻ മില്ലിമീറ്റേഴ്സ്. എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിലാണ്? മില്ലിമീറ്റേഴ്സിലാണ്. സോ ഐ സൈസ് എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു? ഫ്രെയിമിനാണെന്നുണ്ടെങ്കിൽ ഐ സൈസ്, ലെൻസിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെൻസ് സൈസ് എന്ന് പറയും. ഇനി അടുത്ത പറയുന്നതാണ് ബി. ബി ഡിനോട്ട്സ് ദി വെർട്ടിക്കൽ മെഷർ ഓഫ് ദി ബോക്സ് എൻക്ലോസിങ് ദി ലെൻസ്. ഓക്കെ, ഇതാണ് എൻ്റെ ബി എന്ന് പറയുന്നത്. സോ എ ആൻഡ് ബി ആർ ഇൻ സെൻസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെൻസ് ഷേപ്പ്. സോ ഇതെന്തായിരിക്കും? നമ്മൾ ലെൻസിൻ്റെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് ലെൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലാങ്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എ കൂടുന്നതിനനുസരിച്ച് ബി കൂടുന്നോ, ബി കൂടുന്നതിനനുസരിച്ച് എ കൂടുന്നോ, അങ്ങനെ ഒരു റേഷ്യോ ഒന്നുമില്ല. അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആവും. നമ്മുടെ ഫ്രെയിം ഡിസൈൻ അനുസരിച്ചിട്ട് എന്ത് മാറിക്കൊണ്ടിരിക്കും? എയിൻ്റെയും ബിൻ്റെയും സൈസ് മാറിക്കൊണ്ടിരിക്കും. സോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത് ആയിരുന്നു. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എൻ്റെ വെർട്ടിക്കൽ മെഷറാണ്. എൻ്റെ വെർട്ടിക്കൽ മെഷറിനെയാണ് ഞാൻ എൻ്റെ ബി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് എൻ്റെ വെർട്ടിക്കൽ മെഷർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ലെറ്റർ പറയുന്നതാണ് സി. സി റെഫേഴ്സ് ടു ദി വിഡ്ത്ത് ഓഫ് ദി ലെൻസ് ഇറ്റ് സെൽഫ് അലോങ് ദി ഹൊറിസോണ്ടൽ മിഡ് ലൈൻ. സി എന്ന് ഉദ്ദേശിക്കുന്നതാണ് എൻ്റെ വിഡ്ത്ത്. കാണുന്നുണ്ടോ? ഇതാണ് എൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. സി എന്ന് ഉദ്ദേശിക്കുന്നതാണ് എൻ്റെ വിഡ്ത്ത്. റെഫേഴ്സ് ടു ദി വിഡ്ത്ത് ഓഫ് ദി ലെൻസ് ഇറ്റ് സെൽഫ് അലോങ് ദി ഹൊറിസോണ്ടൽ മിഡ് ലൈൻ. എൻ്റെ ഹൊറിസോണ്ടൽ മിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതായിരുന്നു എൻ്റെ ഹൊറിസോണ്ടൽ മിഡ് ലൈൻ, നടുവിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ അല്ലേ. അതിൻ്റെ എലോങ് ആയിട്ടുള്ള ആ ഒരു വിഡ്ത്തിനെ ഞാൻ വിളിക്കുന്ന പേരാണ് സി. ഓക്കെ, ഈ ഒരു വിഡ്ത്തിനെ ഞാൻ വിളിക്കുന്ന പേരാണ് സി. ഇനി ഇൻ ദി ഓൾഡർ ഡാറ്റം സിസ്റ്റം ദിസ് വാസ് ദി ഐ സൈസ് ഓഫ് ദി ഫ്രെയിം. പക്ഷേ നമ്മൾ പണ്ടത്തെ ഡാറ്റം സിസ്റ്റം എടുക്കുന്ന സമയത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നത്തെ സൈഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റം ലെങ്ത് ഓർ ഐ സൈസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഡാറ്റം ലെങ്ത് ഓർ ഐ സൈസ് എന്നായിരുന്നു ഈ ഒരു സി എന്ന് പറഞ്ഞ ഈ ഒരു ഇത് വിളിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇതിനകത്ത്, അത് ബോക്സിംഗ് സിസ്റ്റത്തിനകത്തേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് ഈ സി റെഫേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വിഡ്ത്ത് ഓഫ് ദി ലെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. എലോങ് ദി ഹൊറിസോണ്ടൽ ലെങ്ത് വിഡ്ത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ലെൻസിന് എത്ര വീതിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ബോക്സിംഗ് സിസ്റ്റത്തിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു വീതിനെ ആദ്യത്തെ ഡാറ്റം സിസ്റ്റത്തിനകത്ത് വിളിച്ചിരുന്നത് ഐ സൈസ് എന്നായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സൈസിനകത്ത് പറയുന്നത്. അടുത്ത പറയുന്നത് മെഷർമെൻ്റ് ആണ്. ടു മെഷർ ദ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ഓഫ് എ ഫ്രെയിം. നമുക്ക് എന്ത് വേണം? ഹൊറിസോണ്ടലി ഉള്ളൊരു ഡയമെൻഷനെ നമുക്ക് എന്ത് ചെയ്യണം? മെഷർ ചെയ്തെടുക്കണം. ഒരു ഫ്രെയിമിൻ്റെ മെഷർമെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദ മെഷർമെൻറ്റ് ബിഗിൻസ് അറ്റ് ദ ഇൻസൈഡ് ഓഫ് ദി ഗ്രൂവ് ഓൺ ദി വൺ സൈഡ് ആൻഡ് എക്സ്റ്റെൻസ് അക്രോസ് ദി ലെൻസ് ഓപ്പണിംഗ് ടു ദി ഫർദസ്റ്റ് പാർട്ട് ഓഫ് ദി ഗ്രൂവ് ഓൺ ദി അതർ സൈഡ്. ഒന്നുമില്ല, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു മെഷർ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മെഷർ ചെയ്യുന്ന ഗ്രൂവ് എന്ന ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫ്രെയിമും ലെൻസും തമ്മിൽ എന്ത് വരുന്നുണ്ട്? ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്. ആ ഒരു സെപ്പറേഷൻ നമുക്ക് ഗ്രൂവ് എന്ന് വിളിക്കാം. ഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴി എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇപ്പോൾ ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെൻ്റെ ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഒരു ലെൻസ് ഇരിക്കുന്നുണ്ട്. ഈ ലെൻസ് ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണം. ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലെൻസിനെ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്, ഫിറ്റ് ചെയ്യുന്നത്. അത് ലെൻസ് ആ കുഴിയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഫില്ലാവുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബിസ്ക്കറ്റ് പറയാൻ പറ്റില്ലല്ലോ. എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക? ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ ഈ ഒരു അതിനിപ്പോൾ എന്താ എക്സാമ്പിൾ പറയാം?
ഇപ്പോൾ നിങ്ങൾ ഈ റോഡ് പണിയൊക്കെ കണ്ടിട്ടില്ലേ? റോഡ് പണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ റോഡിലിങ്ങനെ ഓവുചാൽ ഉണ്ടാക്കില്ലേ? ഓവുചാൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഓവുചാൽ ഇങ്ങനെ അടയ്ക്കാൻ വേണ്ടിയിട്ടൊരു അടപ്പുണ്ടാക്കും. സോ അടപ്പുണ്ടാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആ ഒരു ഓവുചാലിൽ നിന്ന് കുറച്ച് ഇറക്കി ഇങ്ങനെ ഒരു കട്ടിങ് ആക്കിയിട്ട് വെച്ച് കൊടുക്കും. സോ അങ്ങനെ ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിരുന്നോളും. അതേപോലെ തന്നെ നമ്മുടെ ലെൻസിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിലും ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ചാല് പോലെ ഉണ്ടാവും, ഒരു ഗ്രൂവ് പോലെ ഉണ്ടാവും. ആ ഗ്രൂവിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ ലെൻസ് ഈ ഒരു ഗ്രൂവിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങുന്നത്. സോ അതിനെയാണ് ഇവിടെ ഗ്രൂവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഈ മെഷർമെൻറ്റ് ബിഗിൻ ചെയ്യുന്നത്? അറ്റ് ദി ഇൻസൈഡ് ഓഫ് ദി ഗ്രൂവ്. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇവിടെയാണ് എൻ്റെ ഗ്രൂവ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻസൈഡ് ഗ്രൂവിൽ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻസൈഡ് ഗ്രൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ എക്സ്റ്റെൻസ് അക്രോസ് ദി ഓപ്പണിംഗ് ടു ദി ഫാർദസ്റ്റ് പോയിൻറ്റ്. എൻ്റെ ഏറ്റവും അകലെയുള്ള പോയിൻറ്റും എൻ്റെ ഏറ്റവും ദൂരം കൂടിയ പോയിൻറ്റിൻ്റെ ഉള്ളിലും ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ടാവും. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? മെഷർ ചെയ്യേണ്ടത്. എക്സ്റ്റെൻസ് അക്രോസ് ദി ഓപ്പണിംഗ് ടു ദി ഫാർദസ്റ്റ് പാർട്ട് ഓഫ് ദി ഗ്രൂവ് ഓൺ ദി അതർ സൈഡിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? എൻ്റെ ഹൊറിസോണ്ടൽ മെഷർമെൻറ്റിൽ ഞാൻ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ കാണാൻ വേണ്ടി ആദ്യം മെഷർ ചെയ്യേണ്ടത്. പിന്നെ പറയുന്നത് വി കനോട്ട് സീ ദ ഇൻസൈഡ് ഓഫ് ദി ഗ്രൂവ് വെൻ ലുക്കിംഗ് ഫ്രം ദി ഫ്രണ്ട്. നമ്മളൊരു ഫ്രെയിമിൻ്റെ മുന്നിൽ കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഈ ഒരു ഫ്രെയിമിൻ്റെ ഉൾഭാഗം, ആ ഒരു ഗ്രൂവ് കാണാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യും. സോ ദിസ് മീൻസ് വി ക്യാൻ എസ്റ്റിമേറ്റ് വെയർ ഇറ്റ് വിൽ ബി ആൻഡ് ഹോൾഡ് ദ റൂളർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സോ ദാറ്റ് ദ 0 പോയിൻറ്റ് ഈസ് അറ്റ് ദ പൊസിഷൻ ഓഫ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഗ്രൂവ്. ഡു നോട്ട് ഫിൽറ്റ് ദ ബോക്സ്. സോ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിതൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ഇത്രത്തോളം ഗ്രൂവ് വരാം, ഒരു 0.5 സെൻറ്റിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എസ്റ്റിമേറ്റഡ് കണക്കിലാണ് നമ്മൾ ഈ ഒരു ഗ്രൂവിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇനി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദെൻ വി നീഡ് ടു റീഡ് ദ റൂളർ അറ്റ് ദ പൊസിഷൻ. സോ ആ ഗ്രൂവിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 0. അത് 1/2 ഒരു അര മില്ലിമീറ്റർ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതും കൂടി കൂട്ടിയിട്ടാണ് ടോട്ടലി ഉള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ഗ്രൂവിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. സോ ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ.